ഹായ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ദഹന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിനെ ബേസ് ചെയ്ത് ദഹന വ്യവസ്ഥയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. നമുക്കറിയാം ദഹന വ്യവസ്ഥ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ധാരാളം അവയവങ്ങൾ ചേരുന്നതായിരിക്കും ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അവയവങ്ങൾ ചേരുന്നതാണ് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. കണ്ടോ, ആ ദഹന വ്യവസ്ഥയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥ ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വായിലാണ് ദഹന വ്യവസ്ഥ ആരംഭിക്കുന്നത് അല്ലേ? വായിലൂടെ ദഹന വ്യവസ്ഥ ആരംഭിച്ച് ആഹാരം അന്നനാളം വഴി എവിടെ വരുന്നു? ആമാശയത്തിലേക്ക് വരുന്നു. ആമാശയം വഴി ചെറുകുടല്, വൻകുടല്, പിന്നീട് റെക്റ്റം. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ദഹന വ്യവസ്ഥ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ആ ദഹന വ്യവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് കീറി മുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. ആദ്യം നമുക്ക് വായിലേക്കാണ് നമ്മൾ ആഹാരം വെക്കുന്നത്. നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വായിലാണ് ദഹനം ആരംഭിക്കുന്നത് അല്ലേ? അതിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആ വായിലേക്ക് നമ്മൾ എടുക്കുന്ന ആഹാരത്തെ നമ്മുടെ പല്ലുകളും നാവും ആഹാരത്തെ ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പത്രത്തിൽ പല്ലുകൾ പ്രധാനപ്പെട്ട 4 തരം പല്ലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസേഴ്സ്, കോമ്പല്ല്, കനൈൻ, അഗ്രചർവണകം പ്രീമൊളാറ്, അതേപോലെ ചർവണകം മൊളാർ. അങ്ങനെ 4 ടൈപ്പ് പല്ലുകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത്. ഇൻസിസേഴ്സ്, കനൈൻ, പ്രീമൊളാർ ആൻഡ് മൊളാർ. നമ്മൾ അതിനൊരു ദന്തർ ഫോർമുലയൊക്കെ നമുക്കറിയാം അല്ലേ? ദന്തൽ ഫോർമുല എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് 2 1 2 3 എന്നുള്ളതാണ് നമ്മുടെ ദന്തർ ഫോർമുല എന്ന് പറയുന്നത്. ഈ ദന്തർ ഫോർമുല ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. നമുക്കറിയാം ദന്തർ ഫോർമുല എന്ന് പറയുമ്പോൾ ഈ ഒരു പല്ല് നമുക്കറിയാം മുകളിലും ഉണ്ട് താഴെയുണ്ട് അല്ലെ? മുകളിലെ ഈ ഒരു ഭാഗത്തിന്റെ മാത്രമാണ് ദന്തർ ഫോർമുല കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഭാഗത്തെ മാത്രം. അപ്പം ടോട്ടൽ അറിയണമെങ്കിൽ ആ ഒരു ഭാഗത്തിലെ ഓരോ പല്ല് ഇല്ലെ ഓരോ നമ്പേഴ്സിന്റെയും 4 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ ടോട്ടൽ പല്ലുകൾ ഉണ്ടെന്ന് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കൊള്ളുക, ഇൻസിസേഴ്സ് 2 ഇൻസിസേഴ്സ്, കനൈൻ 1 കനൈന്, 2 പ്രീമൊളാറ്, 3 മൊളാറ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പല്ലുകൾ വരുന്നത്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ 2 × 4 ഇരുന്നാല് 8 ഇൻസിസേഴ്സുകൾ നമുക്കുണ്ട് അല്ലേ? അതായത് 8 ഉളിപ്പല്ലുകളുണ്ട്. 1 × 4 4 കനൈനുകൾ അഥവാ കോമ്പല്ലുകളാണ് നമുക്കുള്ളത്. ഇനി 2 × 4 8 പ്രീമൊളാർ അഗ്രചർവണകങ്ങൾ. അതേപോലെ 3 × 4 4 12 ചർവണകങ്ങൾ. അപ്പം അങ്ങനെ ടോട്ടല് 12 8 20 4 24 8 32 പല്ലുകളാണ് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റണം. എത്ര ഉളിപ്പല്ലുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ അത് 8 ഉളിപ്പല്ലുണ്ടെന്ന് മനസ്സിലാക്കണം. എത്ര കോമ്പലുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ 4 കോമ്പലുണ്ടെന്ന് മനസ്സിലാക്കുക. എത്ര അഗ്രചർവണം ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ 8 അഗ്രചർവണകവും, എത്ര ചർവണകം ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ 12 ചർവണകവും എന്ന് മനസ്സിലാക്കുക. അതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ദന്തർ ഫോർമുല 2 1 2 3 എന്ന് പറയുന്ന ദന്തർ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കുവാൻ സഹായിക്കുന്നു അല്ലെ? കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഉളിപ്പല്ലുകളാണ്. കോമ്പല്ല് ആഹാരത്തെ കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലും ആഹാരത്തെ കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നത് കോമ്പല്ലുമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അഗ്രചർവണകവും ചർവണകവുമാണ്. ഈ അഗ്രചർവണകവും ചർവണകവും എന്തിനാണ്? സ്വാഭാവികമായിട്ടും ആഹാരത്തെ ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ആഹാരത്തെ ചവച്ചരയ്ക്കാൻ അഗ്രചർവണകവും ചർവണകവും, കടിച്ചു കീറാനായിട്ട് കോമ്പല്ലും, കടിച്ചു മുറിക്കാനായിട്ട് ഉളിപ്പല്ലുമാണ് എന്ന് മനസ്സിലാക്കുക. അതും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളിൽ പെടുന്നവയാണ് അല്ലേ? ഓക്കെ അല്ലേ?
അടുത്തെങ്കിൽ പല്ലുകളിലേക്ക് വരികയാണെങ്കിൽ പല്ലുകളുടെ ആ ഒരു ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെ, പ്രധാനപ്പെട്ട ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ്, സിമന്റം 4 പാർട്ടുകളാണ് പല്ലുകളിലുള്ളത്. ഇനാമൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പുറമെയുള്ള വെള്ള നിറമുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനാമൽ എന്ന് പറയുന്നത് എന്താണ്? നിർജീവമാണ്. അതേപോലെ തന്നെ ഏറ്റവും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം അല്ലെ കടുപ്പമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇനാമലാണ്. ആ ഇനാമൽ എന്താണെന്ന് പറഞ്ഞു? അത് നിർജീവമാണ് എന്ന് പറഞ്ഞു. അതായത് ജീവനില്ലാത്ത കോശങ്ങൾ കൊണ്ടാണ് ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനാമലുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 3 പോയിന്റുകൾ: ഒന്ന്, ഇനാമല് ജീവനില്ലാത്ത കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, അതായത് നിർജീവമാണ്. 2, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്, നിറം വെള്ളയാണ് നമുക്കറിയാം. ആ ഇനാമൽ കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത് അല്ലെ. ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, രണ്ടാമത്തെ പോയിന്റ്. ഇപ്പൊ ഡെൻഡൈൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ എന്ന് മനസ്സിലാക്കുക. മൂന്നാമത് പൾപ്പ് ക്യാവിറ്റിയിലേക്ക് വരുമ്പോൾ ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ് എന്ത്? രക്തക്കുഴലുകളും രക്തവും ലിംഫ് വാഹികളും എല്ലാം കാണപ്പെടുന്നത് ഈ പൾപ്പ് ക്യാവിറ്റിയിലാണെന്ന് മനസ്സിലാക്കുക. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തതാണ് ഇമ്പോർട്ടന്റ്, സിമന്റം എന്ന് പറയുന്നത്. സിമന്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു യോജകലയാണ്. അതായത് ഈ പല്ലിനെ ഈ ഒരു കുഴിയില് അല്ലെ, പല്ലിനെ ആ ഒരു കുഴിയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജകലയായിട്ടുള്ള സിമന്റമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇപ്പൊ ഇനാമല്, ഡെൻഡൈൻ, സിമന്റം, ആ 3 പോയിന്റുകൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. യെസ്, നെക്സ്റ്റ് നമുക്ക് പോവാം. ഇങ്ങനെ നമ്മള് വായില് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത്. അത്തരത്തിൽ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലുള്ള പ്രധാന ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 1 സലൈവറി അമിലേസ്, 2 ലൈസോസോം, 3 ശ്ലേഷ്മം. 3 കാര്യങ്ങളാണ് ഉമിനീരിലുള്ളത്. അതിൽ സലൈവറി അമിലേസുകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ അമിലേസുകളെല്ലാം നമ്മളവിടെ പാൻക്രിയാസിൽ വരുമ്പോൾ അവിടെ അമിലേസ് പഠിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക, അമിലേസുകളെല്ലാം എന്ത് ചെയ്യുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അപ്പൊ അത്തരത്തിൽ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നവരാണ് അമിലേസുകൾ എന്ന് പറയുന്നത്. ഇവിടെ സലൈമറി അമിലേസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അമിലേസുകൾ അന്നജത്തെ ഇവിടെ അമിലേസ് കണ്ടോ, ഇവിടെ ഓർത്താൽ മതി, അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അന്നജത്തെ മാൾട്ടോസ് ആക്കുന്ന ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് അമിലേസ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ലൈസോസൈമുകൾ. ലൈസോസൈം എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. അത് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിലുള്ള ആ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ ലൈസോസൈമുകളാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ നെക്സ്റ്റ് ശ്ലേഷ്മത്തിലേക്ക് വരുമ്പോൾ ശ്ലേഷ്മം നമ്മുടെ ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കുന്നു. ആണോ? ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ വായിൽ ഉമിനീരിന്റെ കാര്യങ്ങൾ പറഞ്ഞു, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. അങ്ങനെ വായിൽ വെച്ചുള്ള ദഹനം പൂർത്തിയായി കഴിഞ്ഞ് ഭക്ഷണം പോകുന്നത് എങ്ങോട്ടാണ്? ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ LGSന്റെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 45 ഡേയ്സ് കൊണ്ട് നമ്മൾക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൻ്റെ മാത്രം പ്രത്യേകത നമ്മൾ ആ ടോപ്പിക്കുകളുടെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ അതിൻ്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ, മെന്റർഷിപ്പ് ക്ലാസ്സുകൾ നമ്മളല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, LGS നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് LGS പോലൊരു എക്സാം. സോ ആ എക്സാമിന് നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. ഓക്കെ, അങ്ങനെ വായിൽ നിന്ന് കഴിഞ്ഞ ആഹാരം, പിന്നീട് ആഹാരം ഇവിടെ എത്തണം, ആമാശയത്തിലേക്ക് എത്തണം. പത്രത്തിൽ നമ്മുടെ വായിൽ നിന്നുള്ള ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു കുഴലിനെയാണ് നമ്മൾ അന്നനാളം എന്ന് പറയുന്നത്. അന്നനാളത്തിലൂടെയുള്ള ഭക്ഷണത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമുണ്ട്. പത്രത്തിൽ അന്നനാളത്തിലൂടെയുള്ള ഭക്ഷണത്തിലെ ഈ തരംഗ രൂപത്തിലുള്ള ഒരു ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആഹാരം ആമാശയത്തിലെത്തുന്നു. ഇനി ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആമാശയത്തിൽ കുറച്ച് ദഹന രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ദഹന രസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം നമ്മൾ ഉമിനീരിലും പറഞ്ഞായിരുന്നു അല്ലെ. ആദ്യം പെപ്സിൻ
പെപ്സിൻ എൻസൈം. എന്താണ് ഈ പെപ്സിൻ ചെയ്യുന്നത്? പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനുകളെ, നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത്, പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് പെപ്സിൻ എൻസൈമുകളാണ്. അടുത്ത രണ്ടാമത്തെ ആളെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം. ഈ ലിപ്പേസ് എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം ആണ്. അടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് വരുമ്പോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഭക്ഷണത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുകയും അതേപോലെ തന്നെ ആമാശയത്തിന്റെ ആ ഒരു pH ക്രമീകരിക്കുന്നതിന്, അല്ലെ, pH ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്നൊക്കെ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കളെ നശിപ്പിക്കുക, അതുപോലെ pH ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശ്ലേഷ്മ, നമുക്കറിയാം ആസിഡ്, ഹൈഡ്രോക്ലോറിക് പോലൊരു ആസിഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആമാശയ ഭിത്തി അത് സാരമായിട്ട് ബാധിക്കും. അതിൽ നിന്ന്, ഇതുപോലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകളിൽ നിന്ന് നമ്മുടെ ആമാശയ ഭിത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്ലേഷ്മമാണ്. കണ്ടോ, ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ചോദിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു, പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അങ്ങനെ ആമാശയത്തിൽ വെച്ചുള്ള ദഹനം കഴിയുന്നു. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹാരം പിന്നീട് പോകുന്നത് കണ്ടോ, നമ്മുടെ ചെറുകുടലിന്റെ തുടക്ക ഭാഗം, ആ ചെറുകുടലിന്റെ തുടക്ക ഭാഗമാണ് നമ്മൾ പക്വാശയം എന്ന് പറയുന്നത്, അല്ലെ. പക്വാശയം നമ്മൾ ഡിയോഡിനോ എന്ന് നമ്മൾ പറയും, അല്ലെ. ഡിയോഡിനോ എന്നാണ്, അല്ലെങ്കിൽ പക്വാശം എന്ന് പറയും. അതിന് സഹായിക്കുന്ന രണ്ടുപേരുണ്ട്, അല്ലെ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സഹായിക്കുന്ന രണ്ടുപേരുണ്ട്. അവർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എങ്കിലും അവർ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. ആ രണ്ടുപേരാണ്, ഒന്ന് കരളും പിന്നീട് ആരാണ്, ആഗ്നേയഗ്രന്ഥിയും. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളെ പഠിക്കണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് ബൈൽ എന്ന് പറയുന്നത്, അല്ലെ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം അഥവാ ബൈൽ എന്ന് പറയുന്നത്. ആ പിത്തരസത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ്, ആ പിത്തരസം എന്ന് പറയുന്നത് എൻസൈമുകളില്ല. ആ പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. ഇതെന്തിനു സഹായിക്കുന്നു? കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റാൻ സഹായിക്കുന്നു. അപ്പോൾ പിത്തരസം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കരളാണ്, അല്ലെ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദഹനരസമാണ് പിത്തരസം എന്ന് പറയുന്നത്. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഈ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ പിത്താശയത്തിലാണ്. പിത്താശയം അല്ലെങ്കിൽ ഗാൾ ബ്ലാഡറിലാണ്, പിത്താശയത്തിലാണ് ഈ പിത്തരസത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ദഹനത്തിന് ആവശ്യമുള്ളപ്പോൾ ഇത് നേരെ എങ്ങോട്ട് വരുന്നു? ഈ പക്വാശയത്തിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസം എന്ന് പറയുന്നത്, ആഗ്നേയ രസം കണ്ടോ, പിത്തരസവും ആഗ്നേയരസവും. ഈ പിത്തരസവും ആഗ്നേയരസവും ഈ ഒരു കോമൺ കുഴലിലൂടെ, കണ്ടോ, ഈ ഒരു കുഴലിലൂടെ തന്നെയാണ് പിത്തരസം വരുന്നത്. കണ്ടോ, പിത്തരസം വരുന്നത് ആ ഒരു കുഴലിൽ തന്നെയാണ് ആഗ്നേയരസം വരുന്നത്. ഈ ഒരു കോമൺ കുഴലിലൂടെയാണ് എങ്ങോട്ട് വരുന്നത്? ഈ പക്വാശയത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇവര് ഈ പറഞ്ഞ ആഗ്നേയഗ്രന്ഥിയും കരളും ഇവര് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ അവർ പറയാറില്ല, പക്ഷേ അവർ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. കരള് പിത്തരസം ഉൽപ്പാദിപ്പിച്ചും ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം ഉൽപ്പാദിപ്പിച്ചും ഡൈജഷൻ അവരെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസത്തിലുള്ള, അല്ലെ ആഗ്നേയരസത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആഗ്നേയരസത്തിലുള്ള ഫാക്ടറികളാണ് ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക. ഒന്ന്, ആഗ്നേയരസത്തിലുള്ള പ്രധാന ഘടകങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഒന്ന് പാൻക്രിയാറ്റിക് അമിലേസ്. നമ്മളവിടെ സലൈവറി അമിലേസുകൾ പഠിച്ചിരുന്നു. അമിലേസുകളെല്ലാം അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അപ്പോൾ പാൻക്രിയാറ്റിക് അമിലേസും അന്നജത്തെ എന്ത് ചെയ്യുന്നു? മാൾട്ടോസ് ആക്കുന്നു. അപ്പം അന്നജത്തെ മാൾട്ടോസ് ആക്കുന്ന രണ്ടാമത്തെ ആളാണ് പാൻക്രിയാറ്റിക് അമിലേസ്. ഇങ്ങനെ പഠിച്ചാൽ മതി. അമിലേസുകളെല്ലാം അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അത് സലൈവറി അമിലേസ് ആണ് എങ്കിലും പാൻക്രിയാറ്റ് അമിലേസ് ആണ് എങ്കിലും അന്നജത്തെ എന്താക്കുന്നു? മാൾട്ടോസ് ആക്കുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത്, നമ്മൾ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് പെപ്സിൻ ആണെന്ന് പറഞ്ഞിരുന്നു. ആണോ? പെപ്സിൻ നമ്മുടെ ആമാശയത്തിൽ പഠിച്ചപ്പോൾ ആമാശയ രസത്തിലുള്ള പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കൊള്ളുക, പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. ടൈഡുകൾ ആര്? ട്രിപ്സിൻ. ഇത് നമുക്ക് ഈസിയായിട്ട് പഠിക്കാം. നോക്കിക്കൊള്ളുക, ടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കടലിലെ തിരമാലകളാണ് നമ്മൾ ടൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ടൈഡൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ട്രിപ്പ് പോകും, അല്ലേ? ട്രിപ്പ് പോകും. അതാണ് ട്രിപ്പ്. ട്രിപ്സിൻ കണ്ടോ, ട്രിപ്സിൻ.
അപ്പോൾ ട്രിപ്സിൻ എന്താണ് ചെയ്യുന്നത്? പെപ്റ്റോണിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. അപ്പോൾ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിൻ. അങ്ങനെ ഓർത്താൽ മതി, ട്രിപ്പ് പോകുന്നത് ടൈഡിലേക്ക്, ടൈഡുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിൻ. പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിൻ. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിനും പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് പെപ്സിനും. അത് തമ്മിൽ മാറിപ്പോരുത്. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കൺഫ്യൂസിങ് ആയിട്ടുള്ള പാർട്ടാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന, ടൈഡുകൾ എന്ന് കാണുമ്പോൾ അവിടെ ട്രിപ്സിൻ, പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് ആരാണ്? പെപ്സിനുമാണ് എന്ന് മനസ്സിലാക്കി വെച്ചുക. കൺഫ്യൂഷൻ ആവാതെ ഈ പറഞ്ഞ പോയിന്റ് മാത്രം ക്ലിയർ ചെയ്ത് പഠിച്ചാൽ അത് ക്ലിയർ ആവും. ടൈഡുകളാക്കി മാറ്റുന്നത്, പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്പ് പോവുക, ട്രിപ്സിൻ. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസുകളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതും കൊഴുപ്പിനെ, അവിടെ നമ്മൾ ഗ്യാസ്ട്രിക് പഠിച്ചപ്പോൾ അവിടെ ലിപ്പേസിൻ്റെ കാര്യം പറഞ്ഞത് കൊഴുപ്പിൻ്റെ ഡൈജഷൻ സഹായിക്കുന്നു. ഇതും അത് തന്നെ കൊഴുപ്പിനെ ചെറുഘടകങ്ങളായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അപ്പോൾ ദഹന രസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. പഠിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, എല്ലാം കൂടി പഠിച്ചാൽ കൺഫ്യൂഷൻ ആവും. അത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ട്രിക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ്. ഇനി ആഹാരം ചെറുകുടലിലേക്ക് വരുന്നു. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് ചെറുകുടലിൽ ഫിംഗർ പോലുള്ള, ചെറുവിരൽ പോലുള്ള ഭാഗമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വില്ലസ് എന്ന് പറയുന്നത്. വില്ലസിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ രക്തലോമികകളും ഉണ്ട്, ലാക്റ്റിയൽസും ഉണ്ട്. ഇത് ഈ പ്രാവശ്യം LP-UPക്ക് ചോദിച്ച ചോദ്യമായിരുന്നു അല്ലേ? ലാക്റ്റിയൽസും ഉണ്ട്. ഈ ലാക്റ്റിയൽസ് ആണ് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ആഗിരണം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്റ്റിയൽസ് ആണ്. അതിൽ നിന്നുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് അതിനെല്ലാം ആഗിരണം ചെയ്യുന്നത് രക്തലോമികളാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ലാക്റ്റിയൽസും രക്തലോമികളും ആണോ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയെ ആഗിരണം ചെയ്യുന്ന രക്തലോമികകളും ഫാറ്റി ആസിഡും ഗ്ലിസറോളിനെ ആഗിരണം ചെയ്യുന്നത് ലാക്റ്റിയൽസും ആണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ചെറുകുടലിൽ വെച്ചാണ് ആഗിരണം നടക്കുന്നത്. ആഗിരണത്തിന് സഹായിക്കുന്ന ചെറുവിരൽ പോലുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? വില്ലസ് എന്ന് പറയുന്നത്. ആ വില്ലസിൽ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെ ആഗിരണം ചെയ്യുന്ന ഭാഗം ലാക്റ്റിയൽസും ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അതിനെല്ലാം ആഗിരണം ചെയ്യുന്നത് രക്തലോമികകളാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കൂടി മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് അവിടെ വെച്ചാണ് ആഗിരണങ്ങൾ നടക്കുന്നത്. ആഗിരണത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആഗിരണം കഴിഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങോട്ട് പോകും? വൻകുടലിലേക്ക് പോകും. വൻകുടലിൽ വെച്ചാണ് ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് അല്ലേ? ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന വൻകുടലിൽ വെച്ചാണ്. അങ്ങനെ വൻകുടലിൽ വെച്ചുള്ള ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നു. അത് കഴിഞ്ഞ് ജലത്തിൻ്റെ ആഗിരണം നടന്നു കഴിഞ്ഞുള്ള വേസ്റ്റ് മെറ്റീരിയലുകൾ എവിടെ എങ്ങോട്ട് പോകുന്നു? റെക്റ്റം വഴി, മലാശയം, മലദ്വാരം വഴി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഡൈജക്ഷൻ പോകുന്നത് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഡൈജഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കണ്ട, LGSന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.